الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرة ولا يظلم ربك أحدا ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ മരണം വരെ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളർച്ചയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മുടെ ദീനിനും ദുനിയാവിനും അപകടകരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ വളർച്ചയുടെ ഭാഗമായിട്ട് പലതും ഉടലെടുക്കുമ്പോൾ മാറി നിൽക്കാൻ നമുക്കാകുന്നുണ്ടോ എന്ന പരിശോധന വളരെ അത്യാവശ്യമാണ്. പൊതുബോധത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇസ്ലാമിന് നിരക്കാത്ത വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആനന്ദത്തിന്റെ വഴികളായി സ്വീകരിക്കുകയും പലതും കണ്ടും കേട്ടും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഇന്ന് നമുക്ക് കൂട്ടും കുടുംബവും ആളും ആസ്തിയും പവറും പത്രാസുമെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ നാളെ 6 അടി മണ്ണിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി ആളുകൾ തിരിച്ചു പോരുമ്പോൾ അവിടെ നാം തനിച്ചാണ് എന്ന ബോധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ കൊടുങ്കാറ്റിലും ഉറച്ചു നിൽക്കുന്ന ഈത്തപ്പനത്തടിയെപ്പോലെ അവന് ഉറച്ചു നിൽക്കാൻ സാധിക്കും. കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതും വഫർഉഹാ ഫിസ്സമാ. വിശ്വാസിയുടെ ഉദാഹരണം ഒരു വൃക്ഷം പോലെയാണ്. അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതിന്റെ സമറാത്തുകൾ സദാസമയം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനാലുള്ള ഖൈറും ബറക്കത്തുകളും സന്തോഷവും സമാധാനവും ആളുകൾക്ക് യഥേഷ്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി അവരുണ്ടായിരിക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ
ആ ഒരു യോഗ്യതയിലേക്ക്, ആ ഒരു പദവിയിലേക്ക്, ആ ഒരു ദർജയിലേക്ക് ഉയരാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ഇന്ന് എല്ലാവരും ഒരുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും പലപ്പോഴും നമുക്ക് വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാഴ്ചകൾ വെറും കാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം. ഈമാനികമായി ചിന്തിച്ചിരുന്ന നമ്മെ വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പരലോകത്തെ ലക്ഷ്യം വെച്ചിരുന്ന നമ്മെ ദുനിയാവിലെ സൗന്ദര്യവും സന്തോഷവും ആർഭാടവും സുഖവും ഇവിടുത്തെ രുചിയും ഇവിടുത്തെയുള്ള മറ്റു കാര്യങ്ങളും നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഭൗതികതയിലേക്ക് നമ്മെ ഇത്തരം കാഴ്ചകൾ കെട്ടിയിടുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ശക്തമായി നാം എതിർത്തിരുന്ന, ഗൗരവത്തോടുകൂടെ നാം കണ്ടിരുന്ന പലതും ഇന്ന് ഗൗരവമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന, നമ്മുടെ മനസ്സിൽ തന്നെ അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞും ശീലമായ ഒരവസ്ഥ പലപ്പോഴും ഉണ്ട്. കാലം മാറുമ്പോൾ നമ്മുടെ കോലം മാറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ സംസ്കാരം മാറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. മ്ലേച്ഛതകൾ നമുക്ക് വിശുദ്ധമായി തോന്നുന്നുണ്ടോ? അധർമ്മങ്ങളും അനാശാസ്യങ്ങളുമൊക്കെ ലാഘവവൽക്കരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ? ഏത് നെറികേടും എന്ത് നെറികേടിനും സപ്പോർട്ട് കൊടുക്കുന്ന, അതിന് അനുകൂലമായി പ്രതികരിക്കുന്ന, അതിനുവേണ്ട എല്ലാവിധ പച്ചക്കൊടിയും കാണിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ, ഹലാലും ഹറാമും വളരെ വ്യക്തമാണ്. വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്ത്, അവയ്ക്കിടയിൽ ചില സംശയമുള്ള ചില കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക പേർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഫമൻ ഇത്തഖ ശുബഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, ആരെങ്കിലും സംശയമുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് സംശയമില്ലെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം തന്റെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, അവൻ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും കാത്തു എന്നാണ്. വമൻ വഖഅ ഫി ശുബഹാത്തി വഖഅ ഫിൽ ഹറാം, എന്നാൽ സംശയമുള്ള, ചർച്ചയുള്ള, ഹലാലാണോ ഹറാമാണോ എന്ന് ആശങ്കയുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് ചേർത്തു വെച്ച് ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവൻ ഹറാമിൽ ചെന്ന് വീഴും. കർറാഇ യർആ ഹൗലൽ ഹിമ, ഒരാട്ടിടയൻ തന്റെ ആട്ടിൻപറ്റത്തെ തോട്ടത്തിന്, ധാന്യം വിളഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടത്തിന് സമീപത്തുകൂടെ അതിർത്തിയിലൂടെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. യൂശിക്കു അയ്യർത്തഅഫി, അവ ഏത് നിമിഷവും ആ വേലി കടന്ന് അപ്പുറത്തെ വിള തിന്ന് നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപോലെ വേലിക്കരികിലൂടെ താമസിക്കുന്ന, വേലിക്കരികിലൂടെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമ, അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനൊരു അതിർത്തിയുണ്ട്. ഏതൊരു രാജാവിനും അയാളുടെ ഭരണപ്രദേശത്തിന് അതിർത്തിയുള്ളതുപോലെ, ഒരു നാടിന് അതിർത്തിയുള്ളതുപോലെ, ഒരു വാർഡിന് അതിർത്തിയുള്ളതുപോലെ, ഒരു വ്യക്തിയുടെ സ്ഥലത്തിന് അതിർത്തിയുള്ളതുപോലെ, അലാ ഇന്ന ഹിമല്ലാഹ് മഹാരിമുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന അവന്റെ അതിർവരമ്പ് എന്ന് പറയുന്നത് അത് ഹറാമായ കാര്യങ്ങളാണ്. സഹോദരന്മാരെ, നമുക്ക് ജീവിക്കാം, നമുക്ക് കാണാം, നമുക്ക് കേൾക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇവിടെ വസ്ത്രം ധരിക്കാം, ഭക്ഷണം കഴിക്കാം, പാർപ്പിട സൗകര്യങ്ങൾ ഏർപ്പെടുത്താം, കുടുംബമായി ജീവിക്കാം. മരണം വരെ നമുക്കിവിടെ ജീവിക്കുക വേണമല്ലോ, മറ്റൊരു മാർഗവുമില്ലല്ലോ. പക്ഷെ അവിടെ നാം സൂക്ഷിക്കേണ്ടത് അള്ളാഹു വെച്ച അതിർവരമ്പുകളെയാണ്. വളരുന്ന കാലത്ത് അള്ളാഹു വെച്ച അതിർവരമ്പുകളെ നാം കാറ്റിൽ പറത്തുന്നുണ്ടോ? നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ കേൾവികളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക സ്വരൂപണ രംഗത്ത്, നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, അങ്ങനെ തുടങ്ങി നേരം വെളുത്തെണീറ്റ് നമ്മൾ ബെഡിലേക്ക് ചെന്ന് അമരുന്നതുവരേക്കും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച അതിർവരമ്പുകളെ കാത്തു മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കലിങ്ങനെ മിസ്മാറിന്റെ ശബ്ദം, ഓടക്കുഴയിൽ വായിക്കുന്ന ശബ്ദം കേൾക്കാൻ ഇടവന്നു. ഫവളഅ ഇസ്ബഅൈഹി അലാ ഉദ്നിഹി, അദ്ദേഹം തന്റെ രണ്ടു വിരലുകളും ചെവിയിലേക്ക് അമർത്തി വെച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് മുന്നോട്ട് പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബിയോട് അദ്ദേഹം ചോദിച്ചു, ഹൽ തസ്മഉ ഷൈഅൻ, നീ വല്ലതും ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന്. ഇബ്നു ഉമർ തന്റെ ചെവിയിൽ രണ്ടു വിരലും തിരികെ വെച്ച് കൂടെയുള്ള ആളോട് ചോദിച്ചു, താങ്കൾ വല്ലതും കേൾക്കുന്നുണ്ടോ? ഫഖുൽതു ലാ, അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. ഫറഫഅ ഇസ്ബഅൈഹി മിൻ ഉദ്നൈഹി എന്നാണ്. ആ സമയത്താണ് അദ്ദേഹം തന്റെ ചെവിയിൽ നിന്ന് വിരല് മാറ്റിയത് എന്നാണ് പറയുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം,
റീൽസും ഷോർട്സും അതുപോലെ തന്നെ ആഡ്സും എല്ലാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വീഡിയോ അതുപോലെ തന്നെ ഓഡിയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടുകൂടെ തീർത്തിട്ടുള്ള ഈരടികൾ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ സംഗതി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മളത് കേൾക്കുന്നു, നമ്മളത് കാണുന്നു. പലപ്പോഴും നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളുടെ ആഡുകൾ പോലും മ്യൂസിക്കുകൾ വെച്ചിട്ട്, സിനിമയുടെ പാട്ടുകളുടെ വരികൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സഹാബത്തിന്റെ ജീവിത ശൈലിയെ നാം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനും ചിന്തിക്കാനുമാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്. ഒരു ഓടക്കുഴൽ വായന കേൾക്കുമ്പോഴേക്ക് ചെവി തകർന്നു പോകുമോ, ദീന് പൊളിഞ്ഞു പോകുമോ, എന്റെ പരലോകം നശിച്ചു പോകുമോ, ഇങ്ങനെയൊന്നും ഇന്ന് ചിന്തിക്കുന്നത് പോലെ അവരാരും ചിന്തിച്ചിട്ടില്ല. അവർ ചിന്തിച്ചത് അള്ളാഹു പറഞ്ഞതിനെതിരാണല്ലോ, റസൂലുള്ള പറഞ്ഞതിനെതിരാണല്ലോ, പ്രവാചകൻ ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖാല കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ കൂടെയായിരുന്നു. ഫസമിഅ മിസ്ല ഹാദാ ഫസനഅ മിസ്ല ഹാദാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്മാറിന്റെ ഓടക്കുഴൽ വായന കേട്ടപ്പോൾ അവിടുത്തെ ചെവിയിലേക്ക് വിരലുകൾ തിരികെ വെച്ച് അത് കേൾക്കാത്ത അവസ്ഥയുണ്ടാക്കിയെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഞാനിപ്പോൾ എന്താണോ ചെയ്തത് അതുപോലെയാണ് പ്രവാചകൻ ചെയ്തത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, സുഹൃത്തുക്കളെ, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണ്, ഇത് പ്രവാചകന്റെ രീതിയാണ്, പ്രവാചകൻ കാണിച്ച സൂക്ഷ്മതയാണ്. വളരുന്ന കാലത്ത് എന്തും ഏതും ഹറാമും ഹലാലുമല്ലാതാക്കി മാറ്റാൻ പണ്ഡിതന്മാർ വരെ കൂട്ടുനിൽക്കുന്ന കാലത്ത് നമ്മുടെ ദീനിനെ, നമ്മുടെ പരലോകത്തെ നാം തന്നെ സുരക്ഷിതമാക്കി വെക്കുക എന്നത് ഏറ്റവും വലിയ അനിവാര്യതയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുകയാണ്, കേവലം ഒരു ശ്രവണത്തിന്റെ, ഒരു ശബ്ദം കേൾക്കുന്ന വിഷയത്തിൽ ഇത്ര ജാഗ്രത കാണിച്ചിരുന്നു നമ്മുടെ സ്വഹാബത്തും നമ്മുടെ മുൻഗാമികളും എങ്കിൽ നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് നാം കേൾക്കുന്നതും നാം കാണുന്നതും നാം വലിയ ആസ്വാദനമായിട്ട് തടിച്ചുകൂടുന്നതും നട്ടപ്പാതിരവരേക്കും ആടിത്തിമിർക്കുന്നതുമെല്ലാം ഏതൊരവസ്ഥയിലായിരിക്കും നോക്കിക്കാണുക എന്നതാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഈ ഹദീസിന് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം നമ്മുടെ ദീനിന്റെ കാര്യത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയും ജാഗ്രത കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂല് ആദ്യം പറഞ്ഞത് അബൂബക്കറിനോടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തന്റെ ഭൃത്യൻ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെവിടെ നിന്നാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ജാഹിലിയത്തിൽ ഞാൻ സിഹർ ചെയ്യുമായിരുന്നു, അന്ന് എനിക്ക് കാശ് കിട്ടിയില്ല. ഇപ്പോഴാണ് ആ സഹോദരൻ എന്നെ കണ്ടിട്ട് അന്ന് ഞാൻ ചെയ്ത സിഹറിന്റെ കൂലി എനിക്ക് തന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വായിലേക്ക് കൈയിട്ടിട്ട് ആ കഴിച്ച ഭക്ഷണം മുഴുവൻ ഛർദിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. അതിന് സാക്ഷ്യം വഹിച്ച സഹാബത്ത് പറയുന്നത്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വായിൽ കൈയിടുന്നത് കണ്ടാൽ അബൂബക്കർ ഇപ്പോൾ മരിച്ചു പോകുമോ എന്ന് തോന്നിപ്പോകുമാറ്, ശ്വാസം മുട്ടുമാറ് തന്റെ വിരലുകൾ മുഴുവൻ അണ്ണാക്കിലേക്ക് കടത്തിയിട്ട് ആ ഹറാമായ അംശം തന്റെ ആമാശയത്തിൽ ഒരു തുള്ളി പോലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിക്കുന്ന ആ ഒരു സൂക്ഷ്മത, സഹോദരന്മാരെ, നമുക്ക് എത്ര പേർക്ക് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഉണ്ട് എന്നത് ഇന്നത്തെ കാലത്ത് ഏതും എന്തും കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരമുള്ള കാലത്ത് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദീ ഇബ്നു ആതിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉർസിലു കൽബി അജിദു മഅഹു കൽബൻ ആഖർ ലാ അദ്രി അയ്യുഹുമാ അഖദഹു. ഞാൻ വേട്ടക്കിറങ്ങുമ്പോ എന്റെ നായയുടെ കൂടെ ബിസ്മി ചൊല്ലി ഞാൻ വിട്ട എന്റെ നായയുടെ കൂടെ മറ്റൊരു നായയും ആ വേട്ടമൃഗത്തെ പിടിക്കാൻ വേണ്ടി ഓടി. അവരിൽ ആരാണ് ഈ ഒരു വേട്ടമൃഗത്തെ കൊന്നത് എന്ന്, ഈ ഒരു വസ്തുവിനെ കൊന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഅകുൽ, നീ ഇത് കഴിക്കരുത്. ഫഇന്നമാ സമ്മൈത അലാ കൽബിക വലം തുസമ്മി അലാ ഗൈരിഹി, നീ ബിസ്മി ചൊല്ലിയിട്ട് വിട്ടത് നിന്റെ നായയെ മാത്രമാണ്, മറ്റൊരു നായയെ നീ ബിസ്മി ചൊല്ലി വിട്ടതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേട്ടയാടുന്ന സമയത്ത് വേട്ടനായ പിടിച്ചത് നമുക്ക് അനുവദനീയമാണ് ബിസ്മി ചൊല്ലി വിട്ടാൽ. എന്നാൽ അതിന്റെ കൂടെ മറ്റൊന്നും കൂടെ പാഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ അതിനെ കഴിക്കരുത് എന്നതാണ്. കാരണം അവിടെ സംശയമാണ്, ഏതാണ് ഈ വസ്തുവിനെ പിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഇഷ്കാലിന് നിൽക്കാതെ, അതൊന്നും കുഴപ്പമില്ല, ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇങ്ങനൊരു അനിവാര്യത വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും പ്രശ്നമാക്കണ്ട, ഞാൻ തിന്നാ എന്ന് പറയല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. ബിസ്മി ചൊല്ലാതെ നീ വിട്ടതിന് ഒരിക്കലും കഴിക്കാൻ പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ശബ്ദം നാച്ചുറലി ലൗഡാണ്,
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോയാൽ നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ നന്മകൾ തകർന്നു പോകും, നിങ്ങൾ നശിച്ചു പോകും എന്ന് സൂറത്ത് ഹുജറാത്തിലെ ആയത്തിറങ്ങിയപ്പോഴല്ലേ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരൽ നിർത്തിവെച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് പറയുന്നത്, ഖുർആനിൽ ഒരു ആയത്ത് എന്നെക്കുറിച്ച് അവതരിപ്പിച്ചതാണ്. അതെന്താണ്? എന്റെ ശബ്ദം ഉയർന്നുപോയി. തന്നെ ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ അധ്യാപകനോട് കാണിക്കേണ്ട ബഹുമാനത്തിന് വിരുദ്ധമായിട്ടാണ് എന്റെ ശബ്ദം ഉയർന്നുപോയത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകാൻ പാടില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിഷയത്തിൽ എന്റെ നന്മകൾ നശിച്ചുപോയി, ഞാൻ നരകക്കാരനാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് വരാതായത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ചരിത്രം നമ്മൾ കാണുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നകും ലതഅമലൂന അമാലൻ ഹിയ അദഖു ഫീ അഅയുനികും മിന അശ്ശഅർ ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. നിങ്ങൾ കണ്ണിൽ വീണ ഒരു മുടിയെ, അല്ലെങ്കിൽ ഒരു ചെറിയ രോമത്തെ, അല്ലെങ്കിൽ ഒരു തരിമ്പിനെ നിങ്ങൾ എങ്ങനെയാണോ നോക്കി കാണുന്നത്, അങ്ങനെയാണ് അങ്ങനെ അത്തരം നിസാരമായ ഒരു കാര്യത്തെ നമ്മുടെ മുൻഗാമികൾ കണ്ടിരുന്നത് വൻ പാപങ്ങളായിട്ടാണ്. അതായത് കണ്ണിലൊരു കരട് വീഴാന്ന് പറഞ്ഞാൽ വലിയൊരു കല്ല് വന്ന് വീഴേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കണ്ണിന്റെ സ്വാസ്ഥ്യം കെടുത്താൻ ചെറിയൊരു പുരികം വീണാൽ തന്നെ മതി, ചെറിയൊരു തരിമ്പ് വീണാൽ തന്നെ മതി, അപ്പോഴൊക്കെ നമ്മൾ അസ്വസ്ഥനാകും. അതിന് നമ്മൾ എത്ര ചെറുതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതൊരു പാപത്തെ അതിനോട് കമ്പയർ ചെയ്തിട്ട് സ്വഹാബത്ത് പറയാണ്, നിങ്ങൾ കണ്ണിൽ വീണ ഒരു ചെറിയ മുടിയെ എത്ര നിസാരമായിട്ടാണോ കാണുന്നത്, അത്ര ചെറിയൊരു പാപമായിട്ട് നിങ്ങൾ കാണുന്ന പാപത്തെ ഞങ്ങൾ വൻ പാപങ്ങളായിട്ട് കണ്ടിരുന്നു എന്നാണ് നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ പറയുന്നത്. പലതും അവർ ഉപേക്ഷിച്ചു അതിനു വേണ്ടി. സ്വർണം ഊരിയെറിഞ്ഞു. എന്തേ? ഒരു പുരുഷന് സ്വർണം ധരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, നീ അതെടുത്തോ, നിന്റെ പെൺമക്കൾക്ക് ഉപയോഗിക്കാം, അല്ലേ, നല്ല സ്വർണത്തിന് വിലയുള്ള കാലാണല്ലോ, നീ അത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ആ സ്വഹാബി പറഞ്ഞത് എന്താണ്? ഇന്നി ലാ ആഖുദുഹു അബദൻ ഖദ് തറഹഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഊരി വലിച്ചെറിഞ്ഞ സാധനം ഞാൻ ഒരിക്കലും എന്റെ കൈ കൊണ്ട് സ്പർശിക്കുക പോലുമില്ല എന്നാണ്. പലപ്പോഴും നമുക്കിഷ്ടം അതാണ്. റസൂലുള്ള ചവച്ചുതുപ്പിയത്, പ്രവാചകൻ വലിച്ചെറിഞ്ഞത്, പ്രവാചകൻ ശപിച്ചു പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കോപമുണ്ടെന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാവില്ലെന്ന് പറഞ്ഞത്, അള്ളാഹു നോക്കില്ല, സംസാരിക്കില്ല, സംസ്കരിക്കുകയില്ല, കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞത്, ഇസ്ലാം വാരി വലിച്ച് ശുദ്ധീകരിച്ച് വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളെയാണ് മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ചും ഇന്ന് മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് അതെല്ലാം വാരി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു, ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്, ചെറുപാപങ്ങളെപ്പോലും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? ചെറുപാപങ്ങൾ എന്ന് പറയുന്നത്, ഒരു യാത്രാ സംഘം, അവർ യാത്രാമധ്യേ ഭക്ഷണം, അവരുടെ കയ്യിലുള്ള റൊട്ടിയും അതുപോലെ തന്നെ നെയ്യുമെല്ലാം ഉരുക്കാനും റൊട്ടി ചൂടാക്കാനും വേണ്ടിയിട്ട് അവർക്ക് വിറക് വേണം, തീ വേണം. അപ്പോൾ അതിന്റെ നേതൃത്വത്തിലുള്ള ആള് അമീർ പറഞ്ഞു, നിങ്ങളെല്ലാം വിറക് അന്വേഷിച്ചു വരൂ. അങ്ങനെ ഓരോരുത്തരും പോയി. നിരാശയോടുകൂടെയാണ് തിരിച്ചു വന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ കൊള്ളിക്കഷ്ണമാണ് കിട്ടിയത്. ആ ഓരോ കൊള്ളിക്കഷ്ണവും നിരാശയോടുകൂടെ കൊണ്ടുവന്ന അവര് ഓരോരുത്തരും കൊണ്ടുവന്നത് മുഴുവൻ കൂട്ടിയിട്ടപ്പോൾ അവർക്ക് പാചകം ചെയ്യാൻ മതിയായ വിറക് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇതുപോലെയാണ് ചെറുപാപങ്ങൾ. ഇയ്യാകും വൽ മുഹഖിറാത്തിദ് ദുനൂബ് ഫഇന്നഹുന്ന യസ്തമിഅന ഹത്താ യുഹ്ലിക്നഹു. ചെറുപാപങ്ങളെപ്പോലും നിങ്ങൾ സൂക്ഷിക്കണം, അത് ഒരുമിച്ച് ചേർന്ന് വൻ പാപങ്ങളായി നിങ്ങളെ നശിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാറുന്ന കാലത്ത് ജീവിക്കുന്ന നമ്മൾ, ഈ മാറ്റത്തിനിടയിലൂടെ ജീവിക്കുന്ന നമ്മൾ, ഒരു സ്കാനിംഗ് മെഷീനിലൂടെ ഓരോന്നിനെയും കടത്തിയിട്ട് മാത്രമേ നമുക്ക് സ്വീകരിക്കാനാവൂ. അത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ പരിഭാവനമായ സുന്നത്തുമാണ്. നമ്മുടെ ബോധം എന്താണ്? ചെറുതും വലുതും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ വരും. അതാ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാ അമിലു ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. പരലോകത്ത് നമ്മുടെ രേഖ നൽകപ്പെടും. ഫതറൽ മുജ്രിമീന മുസ്ഫിഖീൻ, അന്ന് പാപിയെ വിഷണ്ണനായി, വിഷമമുള്ളവനായി, ഭീതിയുള്ളവനായി, ഭയചകിതനായി നീ കണ്ടെത്തും.
അവൻ പറയും മാലി ഹാദൽ കിതാബ്, ഇതെന്ത് കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇതിൽ ചെറുതും വലുതും ഒന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എന്നാണ്. ഇരുളിന്റെ മറവിലും ഏകാന്തതയിലും ഏറ്റവും സേഫ്റ്റി എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്തതെല്ലാം സുഹൃത്തുക്കളെ ആ രേഖയിലുണ്ടാവും. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്റെ കിതാബ് വായിച്ചു നോക്കൂ, നിന്നെ വിചാരണ ചെയ്യാൻ ഇത് മാത്രം മതി എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിച്ച പടച്ച റബ്ബ് ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തെല്ലാം സംഭവിക്കണമെന്ന് രേഖപ്പെടുത്തിയ ഈ ലോകത്തിന്റെ റബ്ബ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തോ അത് പരലോകത്തുണ്ടാകും, ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്തോ അത് പരലോകത്തുണ്ടാകും. അതുകൊണ്ട് സൂക്ഷ്മത വളരെ അനിവാര്യമാണ്. ചെയ്യുന്നതിന്റെ വലിപ്പ ചെറുപ്പമല്ല വലുത്, മറിച്ച് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുന്നു എന്നതാണ് ഗൗരവമുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവരൊരു കുറിച്ചിയല്ലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണേ നീ പറഞ്ഞ ആ വാക്ക് കടലിൽ കലക്കിയാൽ, സമുദ്രത്തിൽ കലക്കിയാൽ സമുദ്രം മുഴുവൻ മലീമസമാകും. എന്റെ ഹൈറ്റ് കുറഞ്ഞ സഫിയ ബീബിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവൾ കുറിച്ചിയല്ലേ, വഹിയ സഗീറ, അവൾ ഒരു കുറിച്ചിയല്ലേ എന്ന വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കടൽ മുഴുവൻ മലീമസമാകും, വിഷലിപ്തമാകും നിന്റെ ആ വാക്ക് കലക്കിയാൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കേട്ടിരുന്നെങ്കിൽ അവിടുന്ന് എന്തു പറയുമെന്നതിനെ കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, എല്ലാം ഗൗരവമാണ്. എല്ലാം പടച്ച റബ്ബിന് എതിരായി വന്നാൽ അതാണ് ഒരു കാര്യത്തിന്റെ ഗൗരവം നിർണയിക്കുന്നത്. അതോടൊപ്പം തന്നെ മരണം ഏത് നിമിഷവും സംഭവിക്കാം. പാപത്തിലായിരിക്കെ മരിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമല്ല നല്ല ശമ്പളം കിട്ടാത്ത ജോലിയായി പോയി എന്നത്, മതിയായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പോയി എന്നത്, നല്ലൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഇല്ലാതെ പോയി എന്നത്, സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റാതെ പോയി എന്നതൊന്നും സഹോദരന്മാരെ നരകം ലഭിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമല്ല. അതുകൊണ്ട് പാപിയായി മരിക്കലാണ് ഏറ്റവും വലിയ നഷ്ടം. അത് മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടെ മാറുന്ന കാലത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിലപാടിൽ മാറ്റങ്ങൾ വന്നാൽ, ലിബറലിസത്തിലേക്ക് നമ്മളും പോയാൽ ദീനിലുള്ള നമ്മുടെ ആ ഒരു നിലപാട് നമുക്ക് നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. നമ്മുടെ മനസ്സ് മലീമസമാകുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും ഇന്ന് എത്രയാണ് ഡേറ്റ് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. പരിഭാവനമായ ദിവസങ്ങളും മാസങ്ങളുമൊക്കെ നമ്മുടെ ഈ ഒഴുക്കിനിടയിൽ ഒഴുകിപ്പോകുന്നത് നാം അറിയുന്നില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഫാക്കിയ റജബ് മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രവേശിക്കാനുള്ളത് ശഅബാനിലേക്കാണ്. അത് കഴിഞ്ഞാൽ പരിപാവനമായ റമദാനിലേക്കാണ്. ഒരാൾക്ക് റമദാനിൽ വല്ലതും ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് മിനിമം ഒരു 21 ദിവസമെങ്കിലും കിട്ടിയിരിക്കണം. അയാളുടെ ദുശ്ശീലങ്ങൾ മാറ്റാനും അയാൾക്ക് പുതിയ ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്താനുമൊക്കെ നേരത്തെ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിലാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോറ്റത്. എന്താ അതിന്റെ കാരണമായിട്ട് പറഞ്ഞത്? ദാലിക ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസത്തിലാണ് കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ദാലിക ശഹറുൻ തുഖ്ഫലു അന്നാസു അൻഹു ബൈന റജബ് വ റമദാൻ. ശഅബാന്റെ പ്രത്യേകത റജബിനും റമദാനിനും ഇടക്കുള്ള മാസമായതുകൊണ്ട് ആൾക്കാർ ഏതായാലും റമദാൻ വരാൻ നിൽക്കല്ലേ, അപ്പോൾ ഇതിനെല്ലാം അങ്ങോട്ട് ചെയ്തു തീർക്കാം എന്ന് വിചാരിച്ച് ദീനിന്റെ കാര്യത്തിൽ അശ്രദ്ധമാകുന്ന മാസമാണ്. ദീനിന്റെ കാര്യത്തിൽ അശ്രദ്ധമാകുന്ന സമയത്ത്, മാസത്ത്, സ്ഥലത്ത് നമ്മൾ പുണ്യം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ മഹത്വമുള്ള കാര്യമാണ്. മാറുന്ന കാലത്ത് മാറാത്ത ആദർശവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മുമ്പൊരു ഖുതുബയായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 50 സഹാബത്തിന്റെ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തത് കാലം മാറി മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ചവറുകൾക്ക് സമാനമായി മാറുന്ന കാലത്ത്
ദീനിനെ മുറുകെ പിടിക്കുന്നവർക്കുള്ള പ്രതിഫലമായിട്ട് നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ദീനിനെ കുറിച്ച് അശ്രദ്ധമാകുന്ന സമയം, മാസമാണ് ശഅബാൻ മാസം. ആ മാസത്തെ വ്രതം കൊണ്ടും ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും നമസ്കാരം കൊണ്ടും ജമാഅത്ത് കൊണ്ടും സദഖ കൊണ്ടും പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ടും ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഉഹിബ്ബു അയുർഫഅ അമലി വഅന സായിം. എന്റെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ കള്ളു കുടിക്കുന്നവനോ വ്യഭിചരിക്കുന്നവനോ തോന്നിവാസം കാണുന്നവനോ അശ്ലീലം പ്രവർത്തിക്കുന്നവനോ നമസ്കാരം ഉപേക്ഷിക്കുന്നവനോ അങ്ങനെയുള്ള തോന്നിവാസിയാകാനല്ല, മറിച്ച് ആകാശത്തേക്ക് എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന വാർഷിക റിപ്പോർട്ട് ഉയർത്തപ്പെടുന്ന ശഅബാനിൽ അള്ളാഹു എന്നെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന നോമ്പുകാരനായിരിക്കട്ടെ ഞാനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് നോൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട സമയം ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ റമദാനിലൊക്കെ നോമ്പ് മിസ്സായ ആൾക്കാരുണ്ടാവും. അവർക്ക് നോമ്പ് നോറ്റുവിട്ടാനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ ഈ മാസവും അടുത്ത ശഅബാൻ മാസവും. അതും കൂടെ മനസ്സിലെത്തിക്കൊണ്ട് വിട്ടുപോയ നോമ്പുകളെല്ലാം പൂർത്തീകരിച്ച് റമദാനിന് ഏറ്റവും ദീനിയായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. റജബിന്റെ പ്രത്യേകത എന്താണ്? പരിപാവനമായ മാസമാണ് റജബ്. പക്ഷെ പലപ്പോഴും അതിലില്ലാത്ത പല ആചാരങ്ങളും കടത്തിക്കൂട്ടിയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. റജബ് 27 ഇസ്രാ മിഅ്റാജ് ആഘോഷിക്കലും ആ ദിവസം ഒരു നോമ്പ് പിടിക്കലുമൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ പതിവാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്തെ ഇൽമിന്റെ ഖസാനകളെ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ വലാ സിയാമിഹി വലാ ഫീ സിയാമിൻ ഷൈഇൻ മുഅയ്യൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബിൽ അതിന്റെ വലിയ പോരിശയായിട്ട് പറയുന്ന കാര്യങ്ങളോ അതിൽ പ്രത്യേകമായിട്ട് പറയുന്ന നോമ്പുകൾക്കോ പ്രത്യേകമായി പറയുന്ന സലാത്തുൽ റഗായിബ് പോലുള്ള നമസ്കാരങ്ങൾക്കോ അങ്ങനെയുള്ള പ്രത്യേകമായ ചിട്ടവട്ടങ്ങൾക്കോ തെളിവ് പിടിക്കാൻ ഉതകുന്ന ശരിയായ സഹീഹായ ഹദീസുകൾ വന്നിട്ടില്ല എന്നാണ് സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും പ്രബലമായ ഷർഹ് ഫത്ഹുൽ ബാരി രചിച്ച ഷാഫിഈ പണ്ഡിതന്മാരിൽ അറിയപ്പെടുന്ന വിഖ്യാതനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ് സഹോദരന്മാരെ നമ്മൾ കേട്ടിട്ടുള്ളത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഅഹാദിസുഹു കുല്ലുഹു ളഈഫത്തുൻ ബൽ മൗദൂഅത്തുൻ. ഈ റജബിലെ 27 നോമ്പ് എന്ന് പറയുന്ന ആ സ്പെഷ്യൽ നോമ്പുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഹദീസുകൾ എല്ലാം ദുർബലമാണ്. അതുമല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട ഹദീസുകളാണ് എന്നാണ് പറയുന്നത്. റജബ് മാസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കാൻ പറയുന്ന ഹദീസുകളെല്ലാം ദുർബലമാകുന്നു. അത് എങ്ങനെ ദുർബലമാകുന്നു? വെറും ദഈഫ് എന്നല്ല, മറിച്ച് മൗദൂഅത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്നത് പണ്ഡിതന്മാർ അതിനെയെല്ലാം പരിശോധിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഏതാണ് ഏതല്ല എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം ഉസൂലുൽ ഹദീസ് വിശാലമായ ഒരു ശാസ്ത്രം തന്നെ പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതെന്ത് പറഞ്ഞതെന്ത് എന്ന് ഇന്നും പരിശോധിച്ച് നമുക്ക് ഉറപ്പാക്കാനുള്ള മാബിനി അളവുകോൽ ഉസൂലുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഖുർആനിനെ ഞാൻ സംരക്ഷിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിനെ മാത്രമല്ല, ഖുർആനിന്റെ വ്യാഖ്യാനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അല്ലാഹു സംരക്ഷിക്കും. ആ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. ആരുടെയെല്ലാം ഹദീസുകൾ സ്വീകരിക്കാം, ഏതെല്ലാം ഹദീസുകൾ സ്വീകരിക്കാം, ഏതെല്ലാം റാവിമാരാണ് സിഖത്തായവർ എന്നെല്ലാം വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഷിയാക്കൾ അവർ ഉണ്ടാക്കിയ ധാരാളം ഹദീസുകളുണ്ട്. ഷിയായിസം വിട്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന മുൻഗാമികളായ ആളുകൾ അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടായാൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കുമായിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ പതിവ് എന്നാണ്. കച്ചവടത്തിൽ ലാഭം കുറഞ്ഞ ഒരു ഹദീസ ഉണ്ടാക്കും. വേറെന്തെങ്കിലും ആവശ്യമുണ്ടായ വേഗം ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അവർ ഹദീസ് ഉണ്ടാക്കും. ഖവാരിജിയാക്കളും മുഅ്തസിലിയാക്കളും എല്ലാം രംഗപ്രവേശനം ചെയ്ത കാലത്ത് അവർക്കെതിരെ ആദ്യമായി സംവാദം നടത്തിയത് മഹാനായ ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ഇടയിലൂടെ അവരിങ്ങനെ പറയും ഖാല റസൂലുള്ളാഹ് ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുമ്പോ അവരൊക്കെ മുത്തബിഉ സുന്നയായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടും ആദരിച്ചിട്ടും അവർ കാതുകൊടുക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. എന്തേ? ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ധാരാളം കള്ള ഹദീസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. 6000 ചില്ലാനം 6 ലക്ഷത്തിൽ പരം ഹദീസുകളിൽ നിന്നാണ് ഇമാം ബുഖാരി 6000 ചില്ലാനം ഹദീസുകൾ കടഞ്ഞെടുത്ത് തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഏറ്റവും അസഹായ യാതൊരു അബദ്ധവുമില്ലെന്ന് പണ്ഡിത ലോകം നാളിതുവരേക്കും സാക്ഷ്യപ്പെടുത്തിയ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ചില പുതിയ മുഫസ്സിറുമാര്, പുതിയ മൗലവിമാര്, പുതിയ നബിമാരായിട്ട് ചമഞ്ഞിട്ട് അവർക്ക് ഇമാം ബുഖാരിയെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോ, ഇമാം മുസ്ലിമിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അവർക്കൊക്കെ ഹദീസ് ഉണ്ടാക്കിയാൽ കൂലി കിട്ടുമായിരുന്നു, ശമ്പളം കിട്ടുമായിരുന്നു എന്നൊക്കെ പച്ച നുണ എഴുതി വെച്ചതും പ്രസംഗിക്കുന്നതും ഷിയാക്കൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നേരേക്ക് ഉന്നയിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊന്നും വഞ്ചിതരാകരുത് സുഹൃത്തുക്കളെ. അസഹുൽ കിതാബ് ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥമെന്ന് പണ്ഡിതന്മാർ ഇത്തിഫാഖായ യോജിപ്പ് പ്രകടിപ്പിച്ച ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. മുതവാത്തിറായി അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തി പറഞ്ഞ എല്ലാ ഹദീസുകളും സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് സ്വഹീഹാണ് എന്നത് പണ്ഡിത ലോകം അംഗീകരിച്ച കാര്യമാണ്. ഹദീസിൽ സ്വഹീഹല്ലാത്തത് നെല്ലും പതിരും വേർതിരിച്ച് പണ്ഡിതന്മാർ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഇപ്പറയപ്പെട്ട ശഅബാനിലെ പ്രത്യേകമായ നോമ്പും പ്രത്യേകമായ നിസ്കാരവും പ്രത്യേകമായ ബലിയും പ്രത്യേകമായ സ്വലാത്തും ഇതൊന്നും ഇല്ല എന്നത് സഹോദരന്മാരെ മനസ്സിലാക്കുക. സ്വർഗം നേടാനാണല്ലോ എല്ലാം ചെയ്യുന്നത്. സ്വർഗം നേടാൻ മതിയായ കർമ്മങ്ങൾ നമ്മുടെ പ്രവാചകൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ട് മാത്രമാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. അതുകൊണ്ട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനും പഠിപ്പിച്ച ഇബാദാത്തുകളാണ് എന്ന് ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം അവിടുന്ന് വിലക്കിയ കാര്യങ്ങളിലേക്ക് അറിയാതെ നമ്മുടെ കണ്ണ് പോകുന്നില്ല, കാത് പോകുന്നില്ല, നമ്മുടെ വാക്കുകൾ പോകുന്നില്ല, നമ്മുടെ നിലപാടുകൾ മാറുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ശക്തമായി ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അവസാന കാലത്ത് ജീവിക്കുന്ന വിശ്വാസി കയ്യിൽ തീക്കട്ട മുറുക്കി പിടിച്ചവനെ പോലെയായിരിക്കുമെന്ന് നമ്മുടെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ തീക്കട്ട പിടിച്ചവനെ പോലെ അന്തസ്സോടെ അഭിമാനത്തോടെ ധൈര്യസമേതം സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇൽമും ഈമാനും തഖ്വയും നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. അവൻ നൽകിയിട്ടുള്ള എല്ലാറ്റിലും അള്ളാഹു ഖൈറും റഹ്മത്തും ബറക്കത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും നല്ല ദീനീ ബോധമുള്ള മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. ഇവിടെ സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും ജനാധിപത്യവും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. രാജ്യത്തെ പൗരന്മാർക്ക് വില കൽപ്പിക്കുന്ന ഇവിടുത്തെ സാഹോദര്യവും ഐക്യവും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലാ കുതന്ത്രശാലികളുടെയും തന്ത്രത്തെ അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അള്ളാഹു അവർക്കെല്ലാവർക്കും ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. മനുഷ്യരെ കൊല്ലാകൊല ചെയ്യുന്ന, മനുഷ്യരുടെ സമാധാനവും സ്വാസ്ഥ്യവും സന്തോഷവും കെടുത്തുന്ന, അവരുടെ സമ്പത്തിലും അവരുടെ കുടുംബത്തിലും കടന്നുകയറുന്ന എല്ലാ ആക്രമികൾക്കും അള്ളാഹു കനത്ത തിരിച്ചടി സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.